തെരഞ്ഞെടുപ്പിൻ്റെ 2 ദിവസം മുമ്പായിട്ട് വലിയ കൊടുങ്കാറ്റുണ്ടായി. അതിഭയങ്കരമായ കൊടുങ്കാറ്റിൽ ലക്ഷക്കണക്കിന് ആളുകൾ മരിച്ചു. ഈ ദുരിതാശ്വാസ പ്രവർത്തനം നടത്തുന്നതിൽ പാകിസ്ഥാൻ ഗവൺമെൻറ് മൊത്തമായിട്ട് പരാജയപ്പെട്ടു. പാകിസ്ഥാനിലന്ന് പട്ടാള ഭരണമാണ്. കിഴക്കൻ പാകിസ്ഥാനിലെ ബഹുഭൂരിപക്ഷ സീറ്റുകൾ എന്നല്ല ഏതാണ്ട് 99% സീറ്റിലും ഈ മുജീബുർ റഹ്മാൻ്റെ അവാമി ലീഗ് വിജയിച്ചു. ഈ അഭയാർത്ഥികളുടെ എണ്ണം ഒരു ഘട്ടത്തിൽ 1 കോടിയിനടുത്തെത്തി എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കരമായിരുന്നു നിങ്ങൾക്ക് ഊഹിക്കാം. അതുപോലെ ലക്ഷക്കണക്കിന് ഈ ദേശീയവാദികളെയും ഹിന്ദുക്കളെയും കൂട്ടക്കൊല ചെയ്തു. ഈ അക്രമികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അദ്ദേഹം ഭാര്യ കുട്ടികളെയൊക്കെ കൊലപ്പെടുത്തി. അന്ന് വിദേശത്തായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ ആളാണ് ഇപ്പോഴത്തെ അവാമി ലീഗിൻ്റെ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീന. അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മോശമായി. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാനപരമായിട്ട് ഇന്ത്യ വിരുദ്ധരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവരാണ് ഈ മുല്ലപ്പൂ വിപ്ലവം അവിടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവം നോക്കിയാൽ മതി. ആർക്കെതിരെയാണ് ഇവർ സമരം ചെയ്യുന്നത്? അമേരിക്കൻ പ്രസിഡന്റിനെതിരായിട്ടാണോ? അല്ല. സൗദി അറേബ്യയിലെ രാജാവിനെതിരായിട്ടാണോ? അതുമല്ല. അവർ സമരം ചെയ്യുന്നത് ആർക്കെതിരായിട്ടാണ്? അങ്ങേയറ്റം അസ്വസ്ഥതാജനകമായിട്ടുള്ള വാർത്തകളാണ് നമ്മുടെ തൊട്ട അയൽരാജ്യമായ ബംഗ്ലാദേശിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. 1947 ഇന്ത്യ വിഭജിക്കപ്പെട്ടപ്പോൾ ഇന്ത്യയെ സത്യത്തിൽ 2ആയിട്ടല്ല 3ആയിട്ടാണ് വിഭജിച്ചത്. ഒന്ന് പടിഞ്ഞാറൻ പാകിസ്ഥാൻ, മറ്റേ കിഴക്കൻ പാകിസ്ഥാൻ, മറ്റേത് നമ്മളിപ്പോൾ ഇന്ത്യ എന്ന് വിളിക്കുന്ന ഇന്ത്യ അഥവാ ഭാരതം എന്ന് പറഞ്ഞ രാജ്യം. കിഴക്കൻ പാകിസ്ഥാനും പടിഞ്ഞാറൻ പാകിസ്ഥാനും തമ്മിൽ 1000 കിലോമീറ്ററിൻ്റെ വ്യത്യാസമുണ്ടായിരുന്നു. ഈ 2 രാജ്യങ്ങളുടെയും മതം ഒന്നായിരുന്നു. മതത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് രാജ്യം വിഭജിക്കപ്പെട്ടത്. പക്ഷേ സംസ്കാരങ്ങൾ രണ്ടായിരുന്നു, ഭാഷകൾ രണ്ടായിരുന്നു, ജീവിത ശൈലികൾ വ്യത്യസ്തമായിരുന്നു. മതത്തിൻ്റെ ഒരു ബോണ്ടേജ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. സ്വാഭാവികമായിട്ടും കിഴക്കൻ പാകിസ്ഥാൻ അവഗണിക്കപ്പെടുന്നു എന്ന് അവിടെയുള്ള ആളുകൾക്ക് തോന്നി, അവിടുത്തെ നേതാക്കന്മാർക്ക് തോന്നി. ഒരു വിഭജനവാദം അല്ലെങ്കിൽ വിഘടനവാദം ആദ്യം മുതലേ അവിടെ ഉയർന്നു വന്നു. ബംഗ്ലാ ഭാഷയായിരുന്നു ഇവരെ കൂട്ടിയോജിപ്പിച്ച ഒരു പ്രധാനപ്പെട്ട ഘടകം. ബംഗ്ല അഥവാ ബംഗാളി എന്ന് നമ്മൾ വിളിക്കുന്ന ഭാഷ ആണ് കിഴക്കൻ പാകിസ്ഥാനിലെ ബഹുഭൂരിപക്ഷ ആളുകൾ 98% ആളുകളുടെ മാതൃഭാഷ. തമിഴന്മാരെ പോലെയാണ് ബംഗാളികൾ വലിയ ഭാഷാഭിമാനികളും ഭാഷാസ്നേഹികളുമാണ്. ഭാഷാഭ്രാന്തന്മാർ എന്ന് പറഞ്ഞാൽ പോലും തെറ്റില്ല. അവർ ഹിന്ദി പോലും പഠിക്കാൻ താല്പര്യമുള്ളവരല്ല. പിന്നെയാണ് ഉറുദു പോലെ ഇവരുടെ സംസ്കാരത്തോടോ അവരുടെ സാമൂഹിക ജീവിതത്തോടോ ഒരു തരത്തിലും പൊരുത്തപ്പെടാൻ കഴിയാത്ത ഒരു ഭാഷ. അത് അവർ അംഗീകരിക്കാൻ കൂട്ടാക്കിയില്ല. ബംഗാളി ഭാഷയെ അംഗീകരിക്കാനായിട്ട് പടിഞ്ഞാറൻ പാകിസ്ഥാൻകാരും കൂട്ടാക്കിയില്ല. പടിഞ്ഞാറൻ പാകിസ്ഥാനിലും ബംഗാളി ഒരു പ്രധാനപ്പെട്ട ഘടകമായിരുന്നില്ല. അവിടെ പഞ്ചാബി, പഷ്തു, സിന്ധി, ബലൂചി ഇങ്ങനെയുള്ള ഭാഷകളാണ് ആളുകൾ സംസാരിക്കുന്നത്. എന്നാലും ഉറുദു ഒരു പൊതുഭാഷയായിട്ട് അവർ അംഗീകരിച്ചു. അത് രാജ്യത്തിൻ്റെ സംസ്കാരത്തിൻ്റെ ഒരു ഭാഗമായിട്ട് പാകിസ്ഥാൻ്റെ ഐക്യത്തിൻ്റെ പ്രതീകമായിട്ട് മാറി. പക്ഷേ ആ പ്രതീകത്തെ അംഗീകരിക്കാനായിട്ട് ബംഗാളികൾ കൂട്ടാക്കിയില്ല. അങ്ങനെയാണ് അവിടെ പ്രശ്നങ്ങൾ ആരംഭിക്കുന്നത്. അതിൻ്റെ നേതൃത്വത്തിൽ അവാമി ലീഗ് എന്ന് പറഞ്ഞൊരു പാർട്ടി ഉണ്ടായി വന്നു. അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട നേതാവ് എന്ന് പറയുന്നത് പിൽക്കാലത്ത് ഷെയ്ഖ് മുജീബുർ റഹ്മാനായിരുന്നു. ആദ്യകാലത്ത് വേറെ പല നേതാക്കന്മാരുണ്ടായിരുന്നു. പിന്നെ അവരൊക്കെ കാലയവനിയേക്ക് പിന്നിൽ മറഞ്ഞു. അപ്പോൾ മുജീബുർ റഹ്മാൻ്റെ കൈകളിൽ ഈ പാർട്ടിയുടെ നേതൃത്വം ഒതുക്കി. അതേ വലിയൊരു പ്രഭാഷകനും വലിയ പ്രക്ഷോഭകനുമായിരുന്നു. ബംഗ്ലാദേശീയതയുടെ ഒരു പ്രതീകമായിരുന്നു. അവാമി ലീഗിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പരോക്ഷമായ പിന്തുണയും ഉണ്ടായിരുന്നു. അദ്ദേഹം കുറച്ച് കാലം ജയിലിലൊക്കെ കഴിഞ്ഞു. പിന്നീട് ഈ സമരത്തിൻ്റെ നേതൃത്വം ഏറ്റെടുത്തു. അതേ സമയത്ത് തന്നെ 1971 പാകിസ്ഥാനിൽ കിഴക്കൻ പാകിസ്ഥാനിൽ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ കിഴക്കൻ പാകിസ്ഥാനിലെ ബഹുഭൂരിപക്ഷ സീറ്റുകൾ എന്നല്ല ഏതാണ്ട് 99% സീറ്റിലും ഈ മുജീബുർ റഹ്മാൻ്റെ അവാമി ലീഗ് വിജയിച്ചു. അങ്ങനെ പാകിസ്ഥാൻ നിയമസഭയിൽ തന്നെ, പാകിസ്ഥാൻ പാർലമെൻറ്റിൽ തന്നെ അവാമി ലീഗിന് ഭൂരിപക്ഷം ലഭിച്ചു. വേണമെങ്കിൽ മുജീബുർ റഹ്മാന് രണ്ടും ചേർന്ന പാകിസ്ഥാൻ്റെ പ്രധാനമന്ത്രിയാകാനുള്ള സാഹചര്യമുണ്ട്. പക്ഷേ ഈ തെരഞ്ഞെടുപ്പ് ഫലം അംഗീകരിക്കാനായിട്ട് സൈനിക ഭരണാധികാരികളും കൂട്ടാക്കിയില്ല. അവർക്ക് ബുദ്ധി ഉപദേശിച്ചുകൊണ്ടിരുന്ന പീപ്പിൾസ് പാർട്ടിയുടെ നേതാവ് സുൾഫിക്കർ അലി ഭൂട്ടോയും കൂട്ടാക്കിയില്ല. അങ്ങനെ കിഴക്കൻ പാകിസ്ഥാനിൽ വലിയ കലാപമുണ്ടായി. അതിന് ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ പിന്തുണ കിട്ടി. മുക്തി ബാഹിനി എന്ന് പറഞ്ഞ ഒരു സൈനിക ദളത്തെ ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ സഹായത്തോടെ ഇവർ പരിശീലിപ്പിച്ചു. കിഴക്കൻ പാകിസ്ഥാൻ സ്വതന്ത്രമായി എന്നും ഇനി മേലിൽ ഈ രാജ്യം ബംഗ്ലാദേശ് എന്ന പേരിൽ അറിയപ്പെടും എന്നും പ്രഖ്യാപനമുണ്ടായി. വലിയ തോതിൽ അടിച്ചമർത്തലുണ്ടായി. അവിടെ അവാമി ലീഗുകാരും ബംഗ്ലാദേശീയവാദികളും അവിടെ ന്യൂനപക്ഷ സമുദായമായിട്ടുള്ള ഹിന്ദുക്കളും വലിയ അതിക്രമങ്ങൾക്ക് കൂട്ടക്കൊലക്കൊക്കെ ഇരയായി. അപ്പോൾ ഇങ്ങനെ ഒരുപാട്
സംഭവങ്ങളുണ്ടായി. അവിടെ നിന്ന് 10,000-കണക്കിന് അഭയാർത്ഥികൾ അതിർത്തി കടന്ന് ഇന്ത്യയിലേക്ക് പ്രവഹിച്ചു. ഈ അഭയാർത്ഥികളുടെ എണ്ണം ഒരു ഘട്ടത്തിൽ 1 കോടിയുടെ എന്ന് പറഞ്ഞാൽ എത്ര ഭയങ്കരമായിരുന്നു നിങ്ങൾക്ക് ഊഹിക്കാം. അതുപോലെ ലക്ഷക്കണക്കിന് ഈ ദേശീയവാദികളെയും ഹിന്ദുക്കളെയും കൂട്ടക്കൊല ചെയ്തു. ഏതാണ്ട് 60 ലക്ഷം പേർ ഹിറ്റ്ലർ ഈ ജൂതന്മാരെ ഗ്യാസ് ചേമ്പർ കയറ്റ പോലെയാണ്. ഒരുപാട് പേർ കൂട്ടക്കൊലക്കേരയായി. അങ്ങനെ വലിയ ഒരു ദേശാന്തരിക സാഹചര്യം നിലവിൽ വന്നു. ഇന്ദിരാഗാന്ധിയാണ് ഇന്ത്യൻ പ്രധാനമന്ത്രി. അവർ വിദേശ രാജ്യങ്ങളുടെയൊക്കെ സഹായം തേടി. പ്രത്യേകിച്ച് ഒരു സഹായവും കിട്ടിയില്ല. അമേരിക്കയും പാശ്ചാത്യ രാജ്യങ്ങളുമൊക്കെ പാകിസ്ഥാൻ്റെ കൂടെ നിന്നു. ഈ മനുഷ്യാവകാശ ലംഘനത്തിനെ പരോക്ഷമായിട്ട് പ്രോത്സാഹിപ്പിക്കുകയും പാകിസ്ഥാനെ അഭിനന്ദിക്കുകയും ചെയ്തു. ഇന്ത്യ ആ സമയത്ത് സോവിയറ്റ് യൂണിയനുമായിട്ട് അനാക്രമണ സന്ധി അല്ലെങ്കിൽ സൈനിക സഹായ ഉടമ്പടി ഉണ്ടാക്കി. അതിനുശേഷമാണ് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് പട്ടാളത്തെ അയച്ചത്. 2 മുന്നണികളിലും യുദ്ധമുണ്ടായി. പക്ഷേ ഇന്ത്യയുടെ സൈന്യം ഈ ചൂടാക്കിയ കത്തി വെണ്ണയിൽ എന്ന പോലെ ബംഗ്ലാദേശിൻ്റെ അന്തരാളത്തിലേക്ക് ആഴ്ന്നിറങ്ങി. അങ്ങനെ കൃത്യം 7-8 ദിവസമായപ്പോഴത്തേക്കും പാകിസ്ഥാൻ സൈന്യം കീഴടങ്ങേണ്ട ഘട്ടത്തിലെത്തി. ഡിസംബർ 3-ാം തീയതിയാണ് യുദ്ധം ആരംഭിക്കുന്നത്. ഡിസംബർ 11-12 ആകുമ്പോഴത്തേക്കും കീഴടങ്ങല്ലാതെ ഡാക്കയിലെ പോലീസ് പട്ടാള വിഭാഗത്തിന് യാതൊരു നിവൃത്തിയില്ലാത്ത ഘട്ടം വന്നു. എന്നാലും അവർ 3-4 ദിവസം പിടിച്ചു വന്നു. അവസാനം വേറെ നിവൃത്തിയില്ലാതെ ഡിസംബർ 16-ന് പാകിസ്ഥാൻ കീഴടങ്ങി. ബംഗ്ലാദേശ് എന്ന് പറഞ്ഞ സ്വതന്ത്ര രാജ്യം നിലവിൽ വന്നു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഒരുപാട് സംഭവങ്ങൾക്ക് ശേഷമാണ് ബംഗ്ലാദേശിന് സ്വാതന്ത്ര്യം കിട്ടിയത്. ഷെയ്ഖ് മുജീബുർ റഹ്മാൻ രാജ്യത്ത് തിരിച്ചെത്തിയത്. അദ്ദേഹത്തിന് വലിയ വരവേൽപ്പ് ലഭിച്ചത്. പക്ഷേ ഈ ഭരണം അദ്ദേഹത്തിന് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിഞ്ഞില്ല. രാജ്യത്തിനകത്ത് പുറത്തും പല പ്രശ്നങ്ങളും നേരിട്ടു. അവസാനം 1975 ഓഗസ്റ്റ് 15-ാം തീയതി ഇന്ത്യൻ സ്വാതന്ത്ര്യ ദിനമാണ്. ആ ദിവസം ഈ അക്രമികൾ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ കയറി അദ്ദേഹത്തെ കൊലപ്പെടുത്തി. അദ്ദേഹം ഭാര്യയും കുട്ടികളൊക്കെ കൊലപ്പെടുത്തി. അന്ന് വിദേശത്തായതുകൊണ്ട് മാത്രം രക്ഷപ്പെട്ടു പോയ ആളാണ് ഇപ്പോഴത്തെ അവാമി ലീഗിൻ്റെ പ്രസിഡന്റ് ഷെയ്ഖ് ഹസീനയുടെ ഒരു അനിയത്തിയും രക്ഷപ്പെട്ടു. ബാക്കി എല്ലാവരും കൂട്ടക്കൊല നടത്തി. അപ്പോൾ ഇങ്ങനെ രക്തപങ്കിലമായ ഒരു ചരിത്രമാണ് ബംഗ്ലാദേശിനുണ്ടായിരുന്നത്. സൈനിക ഭരണകാലത്തും പിന്നീട് BNP എന്ന് പറഞ്ഞ ബംഗ്ലാദേശ് ദേശീയ പാർട്ടി, ആ പാർട്ടിയുടെ ഭരണകാലത്തും ഇന്ത്യൻ വംശജരായ ആളുകൾ അല്ലെങ്കിൽ ഹിന്ദുക്കൾക്ക് നേരെ വലിയ അതിക്രമങ്ങളുണ്ടായി എന്നുള്ളതാണ് ചരിത്രം. എന്നാൽ അവാമി ലീഗ് ഭരിക്കുമ്പോൾ ഈ ഇന്ത്യൻ വംശജരുടെ കാര്യം വളരെ പരാതികളില്ലാത്തൊരു കാലഘട്ടമാണ്. പക്ഷേ ഇതിന് ശേഷം ഈ ബന്ധം പിന്നീട് ഊഷ്മളമായത് അവാമി ലീഗിൻ്റെ നേതൃത്വത്തിൽ ഷെയ്ഖ് ഹസീന തിരിച്ചെത്തുകയും അവരുടെ ഭരണം അവിടെ സ്ഥാപിതമാകുകയും ചെയ്തതിന് ശേഷമാണ്. അപ്പോൾ കഴിഞ്ഞ വർഷം ആദ്യം അവിടെ തെരഞ്ഞെടുപ്പ് നടന്നു. തെരഞ്ഞെടുപ്പിൽ അവാമി ലീഗ് വമ്പിച്ച ഭൂരിപക്ഷത്തോടെ അധികാരത്തിൽ വന്നു. പക്ഷേ അധികം വൈകാതെ അവിടെ ഈ വിദ്യാർത്ഥികളെ മുൻനിർത്തിക്കൊണ്ട് ജമാഅത്തെ ഇസ്ലാമിക്കാർ ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയ ഒരു വലിയ കലാപമുണ്ടായി. ആ കലാപത്തിൽ ഒരുപാട് ആളുകൾ മരിച്ചു. അവസാനം ഷെയ്ഖ് ഹസീന രാജ്യം വിട്ട് ഓടാൻ നിർബന്ധിതയായി. അവരിപ്പോൾ ഇന്ത്യയിൽ കഴിയുകയാണ്. അപ്പോൾ ഇന്ത്യയും ബംഗ്ലാദേശും തമ്മിലുള്ള ബന്ധം മോശമായി. അതിന് പല കാരണങ്ങളുണ്ട്. ഒന്ന്, അടിസ്ഥാനപരമായിട്ട് ഇന്ത്യ വിരുദ്ധരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അവരാണ് ഈ മുല്ലപ്പൂ വിപ്ലവം അവിടെ ആസൂത്രണം ചെയ്ത് നടപ്പാക്കുന്നത്. ഈജിപ്തിലും സിറിയയിലും മറ്റുമൊക്കെ മുല്ലപ്പൂ വിപ്ലവം ഉണ്ടായ പോലെ ബംഗ്ലാദേശിൽ നടന്ന മുല്ലപ്പൂ വിപ്ലവമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇത് ഈ വിദ്യാർത്ഥികളെ കുട്ടിക്കുരങ്ങന്മാരെ മുൻനിർത്തി ചുടിചോറും അധികുന്ന പരിപാടിയാണ്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇങ്ങനെ ഒരു പരിണതിയിലേക്ക് രാജ്യം പോകുന്നു. അതുമാത്രമല്ല, കഴിഞ്ഞ കോവിഡ് കാലത്ത് സമ്പദ് വ്യവസ്ഥയ്ക്ക് വലിയ തകരാറ് സംഭവിക്കഴിഞ്ഞ ഒരു രാജ്യമാണ് ബംഗ്ലാദേശ്. കാരണം ഇന്ത്യ ഗവൺമെൻറ്റിൻ്റെ വലിയ പിന്തുണ ഉണ്ടായിരുന്നു. പിന്നെ ബംഗ്ലാദേശ് സർക്കാർ ജനക്ഷേമകരമായിട്ടുള്ള പരിപാടികൾ ആവിഷ്കരിച്ച് നടപ്പാക്കുകയും ചെയ്തു. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യത്തിൽ കോവിഡ് പോലും ബാധിക്കാത്ത ബംഗ്ലാദേശിൻ്റെ പുരോഗതി, അതിൽ തന്നെ വിശേഷിച്ച് ഈ സ്ത്രീകളുടെ ജീവിത സാഹചര്യങ്ങളിൽ വന്നിട്ടുള്ള പുരോഗതി, അത് അന്യാദൃശ്യമായിരുന്നു. അങ്ങനെ സമ്പദ് വ്യവസ്ഥ സാമാന്യമായിട്ട് മെച്ചപ്പെട്ടുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ ബാനറിൽ ജമാഅത്തെ ഇസ്ലാമിക്കാർ അധികാരം പിടിച്ചെടുക്കുന്നത്. അവരുടെ മന്ത്രിമാരൊന്നുമില്ല, പക്ഷേ ഭരണത്തെ നിയന്ത്രിക്കുന്നവരാണ്. മുഹമ്മദ് യൂനസ് എന്ന് പറഞ്ഞ ഒരു സാമ്പത്തിക ശാസ്ത്ര വിദഗ്ധനാണ് സർക്കാരിനെ മുന്നിട്ട് നിന്ന് നയിക്കുന്നത്. പക്ഷേ അദ്ദേഹത്തിന് പറയത്തക്ക കൺട്രോളൊന്നും സർക്കാരിൻ്റെ മേലില്ല. കാര്യങ്ങളൊക്കെ നയിക്കുകയും നിയന്ത്രിക്കുകയും ചെയ്യുന്ന ജമാഅത്തെ ഇസ്ലാമിക്കാരും അവരുടെ ഗുണ്ടകളും മതമൗലികവാദികളും മത തീവ്രവാദികളുമാണ്. അപ്പോൾ ഈ വിമോചന യുദ്ധകാലത്ത് പോലും വിദ്യാർത്ഥികളെ മറ്റുമൊക്കെ കൂട്ടക്കൊല ചെയ്തവരാണ് ജമാഅത്തെ ഇസ്ലാമിക്കാർ. അതിൻ്റെ ചില നേതാക്കന്മാരെ ഷെയ്ഖ് ഹസീനയുടെ സർക്കാർ പിടികൂടി വിചാരണ ചെയ്ത് ശിക്ഷിക്കാൻ വിധിച്ചതിന് ശേഷമാണ് ഇപ്പോഴത്തെ ഈ ജൻസി കലാപം എന്ന് പറയുന്ന ഗുണ്ടായിസം
പടിഞ്ഞാറൻ ബംഗാളിൽ അരങ്ങേറാൻ തുടങ്ങിയത്. അപ്പോൾ വലിയ അജണ്ടകൾ വെച്ചിട്ടാണ് ഈ സമരം നടത്തുന്നത്, യാതൊരു സംശയമില്ല. അതേ സമയത്ത് തന്നെ ഈ യൂറോപ്പിലെ പല രാജ്യങ്ങളിലും ജയിലിൽ കഴിയുന്ന ബംഗ്ലാദേശുകാരും അതുപോലെ ബംഗ്ലാ സമരത്തെ പിന്തുണയ്ക്കുന്ന ആളുകളുണ്ട്. അവർക്കൊക്കെ നേരെ പ്രതികാര നടപടിയുമായിട്ട് ബ്രിട്ടീഷ് ഗവൺമെൻറ് വന്നുകൊണ്ടിരിക്കുകയാണ്. ഇത് തന്നെയാണ് ഒരു കുറഞ്ഞ അളവിൽ പാകിസ്ഥാനിലും അല്ലെങ്കിൽ നേപ്പാളിലും സിലോണിലും ഒക്കെ അരങ്ങേറിയത്. അതിൻ്റെ തുടർച്ചയാണ് ഇപ്പോൾ ഈ ബംഗ്ലാദേശിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. അവിടെയും ഈ പറഞ്ഞ കുൽസിത ശക്തികളുടെ അദൃശ്യ ഹസ്തങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഈ വിദ്യാർത്ഥി പ്രക്ഷോഭത്തിൻ്റെ സ്വഭാവം നോക്കിയാൽ മതി. ആർക്കെതിരെയാണ് ഇവർ സമരം ചെയ്യുന്നത്? അമേരിക്കൻ പ്രസിഡൻറ്റിനെതിരായിട്ടാണോ? അല്ല. സൗദി അറേബ്യയിലെ രാജാവിനെതിരായിട്ടാണോ? അതുമല്ല. അവർ സമരം ചെയ്യുന്നത് ആർക്കെതിരായിട്ടാണ്? പാലസ്തീന് വേണ്ടിയിട്ടാണോ? അതുമല്ല. അവർ സമരം ചെയ്യുന്നത് ആ രാജ്യത്ത് അവർക്ക് കുറച്ചുകൂടി മെച്ചപ്പെട്ട ജീവിത സാഹചര്യങ്ങൾ വേണം, അതിനേക്കാൾ സ്വാതന്ത്ര്യം നിലനിർത്തണം, ക്രമസമാധാനം പുനഃസ്ഥാപിക്കണം എന്നൊക്കെയാണ് ആവശ്യപ്പെടുന്നത്. ജനാധിപത്യം പുനഃസ്ഥാപിക്കണം, സ്വതന്ത്രവും നീതിയുക്തവുമായ തെരഞ്ഞെടുപ്പ് നടത്തണം എന്നൊക്കെയാണ് ഈ മുല്ലപ്പൂ വിപ്ലവകാരികളുടെ ആവശ്യങ്ങൾ. പക്ഷേ അവർ ചെയ്യുന്ന നടപടി, അവരുടെ സമര രീതി എന്ന് പറയുന്നത് ഇവരുടെ ഈ സിദ്ധാന്തത്തോട്, ഇവരുടെ ആവശ്യങ്ങളോട് എന്തെങ്കിലും തരത്തിൽ അനുഭവമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ അതുപോലും ഇല്ലാതാക്കാൻ മാത്രമേ ഉപകരിക്കുകയുള്ളൂ. അപ്പോൾ ഇങ്ങനൊരു സാഹചര്യം നിലനിൽക്കുമ്പോൾ എന്തുകൊണ്ട് ഇങ്ങനെ മുന്നണി ഉണ്ടാക്കി എന്ന് ചോദിച്ചാൽ അവർ പിടിച്ചേക്കാൻ വേണ്ടി ചെയ്യുന്നതായിരിക്കാം. പക്ഷേ അതിനേക്കാൾ ഉപരിയായിട്ട് അത് ഇന്ത്യ ഗവൺമെൻറ്റിനെതിരായിട്ടുള്ള ഒരു നീക്കമാണ്. ഇന്ത്യയുമായിട്ട് ബംഗ്ലാദേശിനുള്ള സൗഹൃദ ബന്ധം വെട്ടിമുറിക്കുക, അതുവഴി ഈ ബംഗ്ലാദേശിലുള്ള ന്യൂനപക്ഷമായ ഹിന്ദുക്കളെ അവിടെ നിന്ന് പുകച്ച് പുറത്താക്കുകയോ കൂട്ടക്കൊല്ലം ചെയ്യുകയോ ചെയ്യുക. അങ്ങനെ രാജ്യത്തെ പരിപൂർണമായിട്ടും മത തീവ്രവാദികളുടെ പിടിയിൽ ഒതുക്കുക എന്ന ഒരു പാകിസ്ഥാൻ അജണ്ടയാണ് ഇപ്പോൾ അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ ഫലമായിട്ടാണ് ബംഗബന്ധു മുജീബുർ റഹ്മാൻ്റെ ഔദ്യോഗിക വസതി ഇടിച്ച് തകർത്തത്. അതുകൊണ്ട് തന്നെയാണ് പല സ്ഥലത്തും ടാഗോറിൻ്റെ പ്രതിമ അല്ലെങ്കിൽ ഗാന്ധിജിയുടെ പ്രതിമയൊക്കെ ഇവർ ഡിഫേസ് ചെയ്യുന്നത്. ടാഗോറിൻ്റെ ജനിച്ച വീട് അത് കിഴക്കൻ ബംഗാളിലാണ്. അവിടെ കുറച്ച് നാൾ മുമ്പ് ഈ മത തീവ്രവാദികൾ വലിയ അതിക്രമം നടത്തി. ഇനി ഇതുപോലത്തെ അതിക്രമങ്ങൾ വർദ്ധിക്കാനാണ് സാധ്യത എന്ന് ഞാൻ വിചാരിക്കുന്നു. ഏതായാലും ഇന്ത്യക്കാരായ നമ്മൾ കരുതിയിരിക്കണം. ബംഗ്ലാദേശിൽ ജനാധിപത്യം നിലനിൽക്കുന്നത് നമ്മുടെ കൂടി ആവശ്യമാണ്. അപ്പോൾ ഇന്ത്യക്കാർ തന്നെ കരുതിയിരിക്കണം. ബംഗാളിലുള്ള ഇന്ത്യക്കാർ, ഹൈക്കമ്മീഷനിലെ ഉദ്യോഗസ്ഥന്മാരടക്കം അവരും ഭീഷണിയിലാണ്. ഇന്ത്യക്കാരായ വിദ്യാർത്ഥികൾ ബംഗ്ലാദേശിൽ പഠിക്കുന്നുണ്ട്, മെഡിസിനും മറ്റുമൊക്കെ. അവരുടെ നിലനിൽപ്പും അപകടത്തിലാണ്. അങ്ങനെ മൊത്തം നമ്മുടെ രാജ്യം തന്നെ ഒരു അരക്ഷിതാവസ്ഥയിൽ കൂടി പോയിക്കൊണ്ടിരിക്കുകയാണ്. കാരണം ബംഗ്ലാദേശും ഇന്ത്യയും തമ്മിലുള്ള ബന്ധം എന്ന് വെച്ചാൽ അത്ര ഊഷ്മളമായിരുന്നു, അത്ര സൗഹാർദ്ദപരമായിരുന്നു. ഇപ്പം അത് വല്ലാത്തൊരവസ്ഥയിലേക്ക് പോവുകയാണ്. അപ്പോൾ ഇന്ത്യ ഗവൺമെൻറ് ഉണർന്ന് പ്രവർത്തിക്കണം. അത്യാവശ്യക്കാരല്ലാത്ത ഇന്ത്യക്കാരെ, പ്രത്യേകിച്ച് ഹിന്ദുക്കളെ ഇന്ത്യയിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമം ഉടനെ തന്നെ ആരംഭിക്കണം. അല്ലെങ്കിൽ നമ്മൾ കൊടുക്കേണ്ടി വരുന്ന വില എന്ന് പറഞ്ഞാൽ വളരെ കൂടുതലായിരിക്കും എന്ന് മാത്രം ഈ ഘട്ടത്തിൽ ഓർമ്മിപ്പിക്കുന്നു.